സ്വർണം കട്ടവൻ ആരപ്പ? സഖാക്കളാണ് അയ്യപ്പ. സ്വർണം വിറ്റത് ആർക്കപ്പ? കോൺഗ്രസിനാണ് അയ്യപ്പ. ലാഭം കൊയ്തത് ആരൊക്കെ? ഇന്ത്യ മുന്നണി ഒറ്റയ്ക്ക്. ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു പാരഡി ഗാനമായിട്ട് പാടുന്ന സ്ഥിതി വരും. ചില വിഗ്രഹ മോഷ്ടാക്കളുടെ പേരുകൾ തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ ചോദ്യം ഉന്നയിച്ചത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായിട്ടുള്ള വ്യവസായി വെളിപ്പെടുത്തിയതും അതുതന്നെയാണ്. ഇതൊരു സ്വർണ്ണ മോഷണം മാത്രമല്ല, ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ചെന്നിത്തലയാവട്ടെ അതിൻ്റെ ഒരു മതിപ്പ് വിലയും കൂടെ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ട ചെന്നിത്തലയാവട്ടെ അതിൻ്റെ ഏതാണ്ട് ഒരു മതിപ്പ് വിലയോടുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. സംശയം ആ വഴിക്കും പോവേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ അന്വേഷണം കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയാവില്ല, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. രാജ്യാന്തര തലത്തിലുള്ള ബന്ധങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്ന ഏജൻസികൾ അന്വേഷിക്കണം. അത്തരം സ്ഥാപനങ്ങളിലേക്കും അത്തരം ഉന്നത വ്യക്തികളിലേക്കും പോകുന്ന ഒരു അന്വേഷണം ആവശ്യമുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി കോൺഗ്രസിൻ്റെ ഒരു ഒളിച്ചുകളി വളരെ പച്ചയായിട്ട് നമുക്ക് കാണാം. ഒരൊറ്റ നേതാവും ഈ സ്വർണ്ണക്കൊള്ളയിൽ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരൊറ്റ നേതാവും സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും വ്യവസായിയും എങ്ങനെ ഒരുമിച്ച് കണ്ടു, എന്തിന് ഒരുമിച്ച് കണ്ടു എന്നുള്ളതിന് ഇതുവരെ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. ഏത് കാലഘട്ടത്തിലാണ് കണ്ടത്, എന്തിനാണ് കണ്ടത്, ആ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊരൊറ്റ കോൺഗ്രസ് നേതാവും ഇതുവരെ അതിനുള്ള വിശദീകരണം നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സംശയങ്ങൾ, ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞു, സ്വർണ്ണക്കൊള്ളയിലെ വിശദാംശങ്ങൾ മുഴുവൻ പുറത്തു വരുമ്പോൾ LDF-നെ പോലെ തന്നെ UDF-നും അതിൽ പരിക്ക് പറ്റും. അത്ര ഹരിശ്ചന്ദ്രന്മാരല്ല പ്രതിപക്ഷത്തിരിക്കുന്നത്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ട്, അതും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമുണ്ട്. ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, വൈറലായിട്ടുള്ള ഒരു പാട്ടിപ്പോൾ ഇറങ്ങിയല്ലോ, ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടി വരുമെന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തി നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും. സ്വർണം കട്ടവൻ ആരപ്പ? സഖാക്കളാണ് അയ്യപ്പ. സ്വർണം വിറ്റത് ആർക്കപ്പ? കോൺഗ്രസിനാണ് അയ്യപ്പ. ലാഭം കൊയ്തത് ആരൊക്കെ? ഇന്ത്യ മുന്നണി ഒറ്റയ്ക്ക്. ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു പാരഡി ഗാനമായിട്ട് പാടുന്ന സ്ഥിതി വരും. ഇതിനകത്ത് LDF-നും UDF-നും തുല്യമായ പങ്കാളിത്തമുണ്ട്. ഗുരുതരമായ കാര്യങ്ങളിൽ അവരും ഏർപ്പെട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ അടൂർ പ്രകാശ് പറയട്ടെ, UDF കൺവീനറല്ലേ, എന്തിനാ കണ്ടത്, ആരാ കണ്ടത്, ആരാണ് ഇടനിലക്കാർ, എന്താണ് സംസാരിച്ചത്? ഇല്ലെങ്കിൽ ആന്റണി പറയട്ടെ, ശബരിമല നിൽക്കുന്ന മണ്ഡലത്തിലെ MP അല്ലേ, പറയട്ടെ. നമ്മളൊക്കെ ആരെങ്കിലും കൂട്ടിയിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ JP നഡ്ഡയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പറയാൻ ബാധ്യസ്ഥനാണ്. ഏതെങ്കിലും ഒരു വ്യവസായിയെ കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ കൂട്ടിയിട്ടോ ഇത്തരം അധികാര കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മടിയുമില്ലാതെ പറയാൻ ബാധ്യസ്ഥനാണ്. രാഷ്ട്രീയ പ്രവർത്തകർ സുതാര്യമായിട്ട് കാര്യങ്ങളെ സമീപിക്കണം. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ്. അല്ല, അതിപ്പോൾ ഈ വീഡിയോ കിട്ടുമല്ലോ, അത് ഇനി വരാൻ പോകുന്ന പാട്ടാണ്. കാരണം ഈ കേസ് കഴിയുമ്പോൾ, അല്ല ഈ കേസിൻ്റെ അന്വേഷണം ഫലപ്രദമായി നടക്കുമ്പോൾ UDF-നും തുല്യമായ പങ്കാളിത്തം ഉണ്ടാവും. അത് ഇനിയും കോടതിയിലല്ല, കോടതിയിൽ മറ്റൊരു കേസിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഇനിയും സമയമുണ്ട്. പുരാവസ്തുമായി ബന്ധപ്പെട്ട ഒരു കേസും ഇല്ല. വേറൊരു കേസിൽ, ദില്ലിയിൽ പല കേസുകൾ നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കുറച്ചുകൂടി വിശദാംശങ്ങൾ ഞാൻ തരാം. ഇപ്പോൾ ഇത് ദിവസം ഉണ്ടല്ലോ, നിങ്ങളെല്ലാം കൂടി ഇന്ന് തന്നെ പറയണം. അവർ നടത്തുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ഈ ബിസിനസ് അവർ നടത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച നിലവിൽ വാദ്രയ്ക്കെതിരെ കേസുണ്ട്, മറ്റേ നാഷണൽ ഹെറാൾഡിനെതിരെയുള്ള കേസുണ്ട്, പല കേസുകളുണ്ട്. അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ വരുന്നു. നിങ്ങൾ എന്ത്, ഞാനിപ്പോൾ ഒരു കാര്യം പ്രാഥമികമായിട്ട് പറഞ്ഞല്ലേ ഉള്ളൂ.
അതുകൊണ്ട് അതെല്ലാം അന്വേഷിക്കണം എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസുമില്ല. അവരുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ഈക്വലി റെസ്പോൺസിബിൾ ആണ് CPM-ഉം കോൺഗ്രസും. CBI അന്വേഷണം വന്നാൽ കടകംപള്ളിക്ക് ബുദ്ധിമുട്ടാവില്ലേ? കടകംപള്ളിയുടെ അപ്പുറത്തേക്ക് പോയവർക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഇനി അവസാനം മുഖ്യമന്ത്രിക്ക് തന്നെ ബുദ്ധിമുട്ടാവില്ലേ? അതെ, അതല്ലേ ഞാനിപ്പോൾ പച്ചമലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞത്. ഇതിന് ശരിയായ പരിഹാരം കാണണമെങ്കിൽ കേരള പോലീസിന്റെ SIT അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് വളരെ കൃത്യതയോടെ ഞാൻ പറഞ്ഞിരിക്കുകയാണ്.